ഞങ്ങളുടേതായ എവിഡൻസസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ സാഹചര്യത്തിൽ ഇനി അദ്ദേഹത്തെ പൊളിറ്റിക്കൽ ഒരു എനിമിറ്റി കാരണം കൊടുക്കാൻ ഇനി ഒരു സർക്കാരിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ കഴിയില്ല. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. വെരി നൈസ് മാം. ഇന്ന് ഒരുപക്ഷെ മാഡം പോലീസിനെ കാണുകയും ഇന്ന് മൊഴി കൊടുക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം വെളിയിൽ പറയാൻ കഴിയുന്ന കാര്യങ്ങൾ, അതായത് ലഭ്യമായി പബ്ലിക് ഡൊമൈനിലേക്ക് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ പോലീസിനോട് ഷെയർ ചെയ്തത്? മുഖ്യധാര മാധ്യമങ്ങളിൽ വന്ന പല അലിഗേഷൻസും രാഷ്ട്രീയ ഭേദമന്യേ, ഇന്ന രാഷ്ട്രീയ പാർട്ടിയിൽ നിന്നില്ലാതെ, അത് അദ്ദേഹം ഉള്ള പാർട്ടിയാണെങ്കിലും അതിന് പുറത്തുള്ള ആൾക്കാരാണെങ്കിലും കൂടി ചേർന്നൊരു ഗൂഢാലോചനയാണത്. അതിന് വ്യക്തമായ തെളിവുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അത് പ്രൂവ് ചെയ്യേണ്ടത് ക്രൈംബ്രാഞ്ചിന്റെ കടമയാണ്. അത് പ്രൂവ് ചെയ്യേണ്ട മാർഗങ്ങൾ ഉൾപ്പെടെയാണ് ഞാൻ സജസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതായത് ഒന്നുകൂടെ നമ്മുടെ കാണുന്ന പ്രേക്ഷകർക്ക് വേണ്ടി മാഡം കൊടുത്ത പരാതിയും മാഡം കൊടുത്ത തെളിവുകളും രാഹുൽ മാങ്കൂട്ടത്തിലിനെ കുടുക്കാൻ ഒരു ഗൂഢാലോചന നടന്നിരുന്നു എന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന വ്യക്തിയെ തേജോവധം ചെയ്യാനോ സമൂഹത്തിന് മുമ്പിൽ താറടിച്ച് കാണിക്കാനോ അങ്ങനെ പ്ലാൻഡ് ആ ഒരു മൂവ് നടന്നു എന്നുമാണ് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞത്, അല്ലേ? അതെ. മെയ് 15 ഒരു സ്ത്രീയുടെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഈ ഒരു അലിഗേഷൻ സൃഷ്ടിക്കപ്പെടുന്നത്. അന്ന് മുതൽ ഒരു ബ്ലാക്ക് മെയിലിങ്ങിന്റെ ഒരു ഫസ്റ്റ് ലെവലാ തുടങ്ങിയത്. ഇവരെന്തോ പുറത്തു വിടാൻ പോവാ, അതുകൊണ്ട് പുള്ളി സെറ്റിൽമെന്റിന് ചെല്ലണം. പ്രാക്ടിക്കലി ലോജിക്കലി ക്രിമിനോളജി കൈകാര്യം ചെയ്യുന്നു അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ ലെവലിൽ നിൽക്കുന്ന ഒരു ഏജൻസിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ തോന്നിയ കാര്യം അതാണ്. അപ്പൊ കോൺഗ്രസിന്റെ മുഖ്യധാരയിലുള്ള ആക്രമിക്കപ്പെടാൻ ചാൻസ് ഉള്ള എല്ലാ യുവാക്കളും ഞങ്ങളുടെ നിരീക്ഷണത്തിലാണ്. കാരണം ഞങ്ങളുടെ ഇതിന്റെ പേര് തന്നെ എംപവർ കോൺഗ്രസ് എന്നാണ്. എംപവർ കോൺഗ്രസ്. അപ്പം അതിന്റെ അർത്ഥം കോൺഗ്രസുകാർക്ക് വേണ്ടി മാത്രം ഞങ്ങൾ സംസാരിക്കും എന്നല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നാലും ആർഷോയ്ക്ക് വന്നാലും അനീതിയാണെങ്കിൽ ഞങ്ങൾ അത് പ്രതികരിക്കും. മീൻസ് പുരുഷനും ഉണ്ട് ഒരു മെന്റൽ ഹെൽത്ത്, അവനും ഉണ്ടൊരു മെന്റൽ ട്രോമ. പുരുഷന്റെ മെന്റൽ ട്രോമ സൊസൈറ്റി വാലിഡിറ്റി കിട്ടുന്നില്ല. സ്ത്രീയുടെ മെന്റൽ ട്രോമ സിമ്പതൈസ് ചെയ്ത് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ്. പക്ഷെ പുരുഷൻ ട്രോമ അവൻ അത് എക്സ്പ്രസ് ചെയ്യുന്നുമില്ല, അവൻ അത് സിമ്പതി ലഭിക്കാൻ ശ്രമിക്കാറുമില്ല. പക്ഷെ അവനും ഉണ്ട് മെന്റൽ ഹെൽത്ത്. ഒരു ജെൻഡർ ഡിഫറൻസ് ഇല്ലാതെ തന്നെ എല്ലാ മനുഷ്യർക്കും അവന്റെ ഒരു മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അത് അവന്റെ അവകാശമാണ്. ഫിസിക്കൽ, സ്പിരിച്വൽ, സൈക്കോളജിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് ഇസ് മാൻഡേറ്ററി ഫോർ എവരിബഡി ആൻഡ് ഇറ്റ്സ് ദ റൈറ്റ്. ഈ പരാതി കൊടുക്കാൻ എന്താ മാഡത്തിന് ഇതാണ് കാരണമായത്? പരാതി കൊടുക്കാനുള്ള കാരണം ആദ്യം തൊട്ടേ ഇവർ ചെയ്യുന്ന ഈ സൈബർ അറ്റാക്സിൽ ഞങ്ങൾക്ക് വൈരുദ്ധ്യം തോന്നിയിരുന്നു. അവർ ഇന്നിടുന്ന പോസ്റ്റ് അല്ല നാളെ ഇടുന്നത്, പുതിയ പുതിയ സ്ക്രിപ്റ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അശാസ്ത്രീയമെന്ന് പറഞ്ഞു, പിന്നെ അത് ഹോസ്പിറ്റലിലേക്ക് പോയെന്നായി, ഹോസ്പിറ്റലിൽ കണ്ടുപിടിക്കുന്നെന്നായി. അശാസ്ത്രീയം എന്ന് പറയുമ്പോൾ എപ്പോഴും ഔട്ട് ഓഫ് ഹോസ്പിറ്റൽ ആണ്, അത് മെഡിക്കൽ സയൻസ് പഠിച്ചവർക്കറിയാം. പിന്നെ അപ്പൊ അതിനെക്കുറിച്ച് ഞാനൊരു ചോദ്യം ഇന്ന് ക്രൈംബ്രാഞ്ചിനോട് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞത് പുറത്ത് മീഡിയയിൽ ലീഗലി ഇവർക്ക് ഒരു ഇൻഫർമേഷനും കൊടുക്കാൻ പറ്റില്ല. ഇവർ ഇന്ന് വരെ ഒരു മൊഴിയോ ഒരു കാര്യങ്ങളോ പുറത്തു വിട്ടിട്ടില്ല. അന്വേഷണത്തിന്റെ മീഡിയ കൊടുക്കുന്നത് മുഴുവൻ ഫോൾസ് ആണ്. ഇതുവരെ അവർ ഹോസ്പിറ്റലുകളും തപ്പിപ്പോയിട്ടില്ല, ഇതുവരെ അവർക്ക് ഇരയാണെന്നും അറിയത്തില്ല, ഇര ഉണ്ടോന്നും അവർക്കറിയില്ല. എങ്ങനെ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്ത് നിന്ന് സഹകരണം ഉണ്ടായിരുന്നു? എങ്ങനെയാണ് ക്രൈംബ്രാഞ്ചിന്റെ ഒരു അപ്രോച്ച് ഈ വിഷയത്തിൽ? 2.5 മണിക്കൂർ 4-5 ഓഫീസേഴ്സ് ആണ് എന്നെ ക്വസ്റ്റ്യൻ ചെയ്തത്. വളരെ മാന്യമായാണ് സംസാരിച്ചത്. പക്ഷേ അവര് പഴുതടച്ച് എന്നെ കൊണ്ട് പറയിക്കാവുന്നതെല്ലാം പറയിച്ച് ആണ് ഫയൽ ഇതാക്കിയിരിക്കുന്നത്. എൻ്റെത് FIR ആയിട്ട് ഞാൻ
സംശയനിഴലിൽ വെച്ചിരിക്കുന്ന ഓരോരുത്തരുടെയും പേര് ഉൾപ്പെടുന്ന രീതിയിൽ FIR ആണ് അവരെടുക്കാൻ പോകുന്നത്, എന്റെ പരാതി. അതുകൊണ്ട് അത് പ്രൂവ് ചെയ്യാതെ ഇദ്ദേഹത്തെ കൊടുക്കാൻ ഇനി ആർക്കും സാധ്യമല്ല, ഒരു നിയമത്തിനും സാധ്യമല്ല. ഈ കേസിൽ നിന്ന് ഊരിയെടുക്കലൊന്നും എനിക്കറിയില്ല, പക്ഷെ അയാളെ പൊളിറ്റിക്കൽ എനിമിറ്റിക്ക് വേണ്ടി കുരുക്കാൻ പാടില്ല. അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയമായ ശത്രുതയ്ക്ക് വേണ്ടി ഒരു വ്യക്തിയുടെ ജീവിതമോ കരിയറോ അയാളുടെ പൊതുജന സമ്മതിയോ തകർക്കാൻ പാടില്ല. അത് നമ്മുടെ നിയമത്തിന്റെ അടിസ്ഥാനമായ പ്രമാണങ്ങളിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് എത്തിച്ചേരാൻ കഴിയുന്ന നിലപാടും നിഗമനവുമാണ്. പക്ഷേ ഈ വിഷയത്തിൽ മാഡത്തിന് ഇടപെടലിനോട് എന്താ പറയണേ, മാഡത്തിന് പറയാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞാൽ മതി. ഇടപെടലിനോട് ചേർന്ന് നിന്നൊരു കാര്യം ചോദിക്കട്ടെ, രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടത്ര പിന്തുണ കിട്ടി എന്നൊരു അഭിപ്രായമുണ്ടോ സമൂഹത്തിൽ നിന്ന്, വിശേഷ സ്വന്തം പാർട്ടിയിൽ നിന്ന്? ഞാൻ പറഞ്ഞില്ലേ, ഈ ഗൂഢാലോചന പാർട്ടി ഭേദമന്യേ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പം ഒരു വിഭാഗം അകത്തും ബാക്കി പുറത്തുമാണ്. അതുകൊണ്ട് തന്നെ ഇല്ല, അദ്ദേഹത്തിന് ഒരു നീതി ലഭിച്ചിട്ടില്ല. ഇനിയും ഈ കേസ് എങ്ങനെ പോകുന്നതാണ് മാഡത്തിന്? ആദ്യം ഞങ്ങള് പ്രേക്ഷകർക്ക് വേണ്ടി ഞങ്ങൾ നൈറ്റാണ്, മാഡത്തിന്റെയും കൂടെ കൺവീനിയൻസ് വെച്ച് നമ്മൾ നൈറ്റാണ് ഇരിക്കുന്നത്. നാളെ എനിക്ക് മറ്റൊരു പ്രോഗ്രാം ഉള്ളതുകൊണ്ട് മാഡം അതുകൊണ്ട് ഒന്ന് രണ്ട് പെട്ടെന്ന് കാര്യങ്ങളും കൂടി. ഒന്ന്, ഈ കേസ് എങ്ങനെ പോകാനാണ് സാധ്യത? എന്താ മാഡം കരുതുന്നത്? ഈ കേസ് മുന്നോട്ട് പോകില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, ആ ഓഡിയോയുടെ സുതാര്യത ഉൾപ്പെടെ എനിക്കറിയാം. ആ പുറത്തു വന്ന ഓഡിയോയുടെ സുതാര്യത, ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ സകല ഇൻവെസ്റ്റിഗേഷൻസ് നടത്തിയിട്ടിരിക്കുന്ന ആളാണ്. എനിക്കത് ഉറപ്പുണ്ട് അതെന്താണ് സംഭവിച്ചത്. അദ്ദേഹത്തോടാണ് അധാർമികമായി മറ്റുള്ളവർ പെരുമാറിയത്. അദ്ദേഹം അധാർമികമായി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. നിയമത്തിനെതിരായി അദ്ദേഹം ഒന്നും ചെയ്തിട്ടില്ല. ഇത് തികച്ചും ഒരു ഗൂഢാലോചനയാണ്. ഇത് മറ്റ് ഇൻഫ്ലുവൻസുകൾ ഇല്ലെങ്കിൽ കോർട്ടിൽ ഇത് തള്ളിപ്പോവും. ഇതിനൊരു ടൈം ലൈൻ എന്നത്തേക്കാണ് നമ്മൾ നോക്കുന്നത്? കാര്യം ഇപ്പൊ 2-3 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഒന്ന് ഒന്ന് സെപ്റ്റംബർ 15 നമുക്കെല്ലാം അറിയുന്നത് പോലെ സെപ്റ്റംബർ 15 നിയമസഭ വീണ്ടും തുടങ്ങുകയാണ്. അപ്പൊ രാഹുൽ മങ്കാട്ടത്തിൽ വരുമോ ഇല്ലയോ എന്നൊരു ചോദ്യം മാധ്യമങ്ങളിലും പൊതുസമൂഹത്തിലും നിലനിൽക്കുന്നുണ്ട്. 2, കേരളം ഒരു വലിയ ഇലക്ഷനെ നേരിടാൻ പോവുകയാണ്. അതിനൊരു ഇനി അടുത്ത മെയ് വരെ ആയിരിക്കണം ഒരു പക്ഷെ സമയമുള്ളത്. അപ്പോൾ ഇതൊക്കെ പ്രധാനപ്പെട്ട യാഡ് സ്റ്റിക്സ് ആണ്. നമ്മുടെ നാട്ടിലെ കേസുകൾ പലപ്പോഴും അറിയാം, വർഷങ്ങളോളം നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയാണ്. പോലീസ് അന്വേഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിന്റെ ഒരു ടൈം ലൈൻ എങ്ങനെയാണ് മാഡം കാണുന്നത്? ഫസ്റ്റ് ഓഫ് ഓൾ, ഇത് പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിട്ട് വന്ന കേസല്ല, ഡയറക്റ്റ് ക്രൈം ബ്രാഞ്ച് എടുത്ത കേസ്. അതിന് വലിയ സാധ്യതകൾ ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിടത്തോളം. പിന്നെ ഇത് പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ വരെ അവർക്ക് അത് നീട്ടിക്കൊണ്ടുപോവാം. രാഹുൽ മാങ്കൂട്ടത്തിനെ ഇരയാക്കിക്കൊണ്ട് ഇതര പാർട്ടികൾക്ക് അടുത്ത ഇലക്ഷൻ വരെ ഈ കളി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. അല്ല, പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഇല്ലെങ്കിൽ അവർക്ക് മാക്സിമം ഒരു 6 വീക്സിനുള്ളിൽ ഇത് അവസാനിപ്പിക്കേണ്ടി വരും.